തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോട് അനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ ശ്രീകുമാരൻ തമ്പിയുടെ കാലിൽ തൊട്ട് വന്ദിക്കുകയുണ്ടായി. കൂടാതെ ചില നല്ല മുഹൂർത്തങ്ങളും ഈ അവസരത്തിൽ കാണാൻ സാധിച്ചു. അവാർഡ് വാങ്ങി ശ്രീകുമാരൻ തമ്പിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ച മോഹൻലാലിനെ കുറിച്ചായിരുന്നു പ്രേക്ഷകർക്ക് പറയാനുണ്ടായിരുന്നത്. ഈ ഗുരുത്വവും വിനയവുമാണ് 47 വർഷം കൊണ്ട് ഈ മനുഷ്യനെ മലയാളത്തിന്റെ മോഹൻലാൽ ആക്കിയതെന്ന് ആരാധകർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. 3 പരിപാടികൾക്കാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയത്. 3 പരിപാടിയിലെയും നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്നാൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് സമർപ്പിച്ചപ്പോൾ കൂടെ മുഖ്യമന്ത്രിയും മറ്റ് പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ അവരുടെ വാക്കുകളായിരുന്നു പ്രസക്തമാകുന്നതും. മനസ്സുകളെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ സിനിമാ രംഗത്ത് ഉണ്ടാവരുതെന്നും കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാവരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഹേമ കമ്മിറ്റി അഭിമാനിക്കാവുന്ന കാര്യമാണ്. കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി ശതാഭിഷേകത്തോട് അനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം എത്തിയത്. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും ജോലി ചെയ്യാനുമുള്ള അവസരം സിനിമാ രംഗത്ത് ഉണ്ടാകണം. ഹേമ കമ്മിറ്റി മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. മോഹൻലാൽ വിശേഷണം ആവശ്യമില്ലാത്ത കലാകാരനാണെന്നും അദ്ദേഹം പറഞ്ഞു. മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം സമ്മാനിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള തണുപ്പൻ പ്രതികരണത്തിന്റെ പേരിൽ അമ്മ സംഘടന വിമർശനം നേരിടുകയും മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എത്തിയത്. മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ. മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട വിഴിവോടെ വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകന്റെ മനസ്സിൽ സ്ഥാപിച്ചു. ഭാവ വൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ എന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മോഹൻലാലിലെ മനുഷ്യത്വവും ജീവകാരുണ്യ മനോഭാവവും എടുത്തു പറയേണ്ടതാണ്. പ്രളയമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സംഭാവനയുമായി നേരിട്ട് വന്നു. വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് മോഹൻലാൽ. കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഒരു കലാകാരൻ. എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ജീവിതമാകെ കലയ്ക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നത തലങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനുശേഷം ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള പുരസ്കാരം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിക്കുകയും ചെയ്തു. ശ്രീകുമാരൻ തമ്പിയെ ചേർത്ത് പിടിക്കുന്ന മോഹൻലാലിനെയാണ് ഈ വേളയിൽ കാണാൻ കഴിഞ്ഞത്. ആ നിമിഷങ്ങളൊക്കെ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വൈറലായിരുന്നു. കൂടാതെ ഗാന്ധിമതി ബാലന്റെ അനുസ്മരണ ചടങ്ങിലും മോഹൻലാൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ തന്നെ ഗാന്ധിമതി ബാലൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ വിതുമ്പിയ ലാലേട്ടനെയും കാണാനിടെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പങ്കെടുത്ത 3 ചടങ്ങുകളിൽ നിന്നുള്ള കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പ്രേക്ഷക സമൂഹം വലിയ രീതിയിൽ ചർച്ചയാക്കിയതും. Thank you.